നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ Z+ കാറ്റഗറിയിലുള്ള സുരക്ഷ ഒഴിവാക്കിയിരിക്കുകയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായതോടെയാണ് അദ്ദേഹത്തിന് നൽകിയിരുന്ന Z+ സുരക്ഷ ഒഴിവാക്കിയത്. നിലവിൽ Y കാറ്റഗറി സുരക്ഷയാണ് അദ്ദേഹത്തിന് കിട്ടുക. നേരത്തെ അദ്ദേഹം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇത്തരത്തിലൊരു മാറ്റം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് ഉപാധികളൊന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റ് നിയമക്കുരുക്കുകളൊന്നുമില്ല എങ്കിൽ തനിക്ക് ഇത്ര സുരക്ഷ മതി എന്നൊരു ആവശ്യം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി ഗൺമാന്മാരും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകില്ല. നേരത്തെ വളരെ വിവാദമായതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ടും ഗൺമാന്മാരെ മടക്കി അയച്ചില്ല, അവർ റിപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതടക്കമുള്ള ഒരു വിമർശനം ശക്തമായിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ Z+ സുരക്ഷ ഒഴിവാക്കിയിരിക്കുകയാണ്. ഗൺമാനെ പിൻവലിച്ചതോടെ 2 PSOമാരെയാണ് മുൻ മുഖ്യമന്ത്രിക്ക് അനുവദിച്ചിരിക്കുന്നത്. എസ്കോർട്ട് വാഹനം ഒഴിവായെങ്കിലും പൈലറ്റ് വാഹനം തുടരും. മാത്രമല്ല വീട്ടിലും സുരക്ഷയ്ക്കായി പോലീസിനെ നിയോഗിക്കും. ഇത് വർദ്ധിപ്പിക്കണമെന്ന കാര്യത്തിൽ ആഭ്യന്തര സുരക്ഷ വിലയിരുത്തൽ കമ്മിറ്റി തീരുമാനിക്കും. നവകേരള യാത്രയ്ക്കിടെ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതിയായ ഗൺമാൻ സന്ദീപിനെയാണ് പിണറായി വിജയന്റെ സുരക്ഷാ സംഘത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. സന്ദീപ് തിരികെ പോലീസിലേക്ക് മടങ്ങുകയാണ്. മുഖ്യമന്ത്രിയായിരിക്കെ നൽകിയ അതിസുരക്ഷ പൂർണ്ണമായി പിൻവലിച്ച സാഹചര്യത്തിലാണ് സന്ദീപ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ മടങ്ങുന്നത്. കേസിൽ മറ്റൊരു പ്രതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അനിൽകുമാർ പിണറായിക്കൊപ്പം തന്നെ തുടരുകയാണ്. അതേസമയം മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിണറായി പാണ്ട്യാലമുക്കിലെ ഒരു വീടിന്റെ മതിലിനോട് ചേർന്ന് ഒരു പോലീസ് ജീപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് 10 വർഷത്തോളമായി. ഊഴം വെച്ച് 2 പോലീസുകാർ 24 മണിക്കൂറും ഈ ജീപ്പിനകത്ത് പുറത്തുമുണ്ടാകും. നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിനാണ് ഒരു വണ്ടി പോലീസ് 10 വർഷമായി കാവൽ കിടക്കുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു പിന്നാലെയാണ് സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടി പോലീസ് കാവൽ ഏർപ്പെടുത്തിയത്. പിന്നീട് അത് സ്ഥിരമായി എപ്പോഴും ആ വണ്ടി അവിടെ തന്നെ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടു. ഗ്രേഡ് SIയുടെ നേതൃത്വത്തിൽ AR ക്യാമ്പിലെ 6 പോലീസുകാരാണ് റെസിഡന്റ് ജോലിക്കുണ്ടാകുന്നത്. ചിലപ്പോൾ പിണറായി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെയും നിയോഗിക്കും. ഒരേ സമയം 2 പോലീസുകാർക്കും 1 SIക്കുമാണ് ഡ്യൂട്ടി കൊടുക്കാറ്. ജീപ്പിന്റെ വലതുഭാഗം മതിലിനോട് അടുപ്പിച്ചിരിക്കുന്നതിനാൽ ഇടത് ഡോർ മാത്രമേ തുറക്കാൻ സാധിക്കൂ. ബാറ്ററി അഴിച്ചുമാറ്റിയ നിലയിലാണ് ഈ ജീപ്പ് അവിടെ ആയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മാത്രമല്ല വണ്ടി കേടാണ്, അതുകൊണ്ടത് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ആ വണ്ടി ആയിരിക്കുന്നത്. 2014 മോഡൽ KL 01 BR 9569 എന്ന ജീപ്പാണ് ഇത്തരത്തിൽ അവിടെ കിടക്കുന്നത്. പെരുമഴ കൊടും ചൂടിലൊക്കെ ജീപ്പിനുള്ളിൽ പോലീസുകാരുണ്ടാകും. പോലീസുകാർ ആ ഒരു ജീപ്പിനുള്ളിൽ കഴിഞ്ഞുകൂടും. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം പോയി നിയുക്ത പ്രതിപക്ഷ നേതാവായി മാറിയിട്ടും ആ ജീപ്പും പോലീസുകാരും അവിടെ തുടരുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്തായാലും ആ ഒരു ജീപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. മാത്രമല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ശൗചാലയം അല്ലെങ്കിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലുള്ള സൗകര്യമില്ല എന്നതടക്കമുള്ള ആരോപണമൊക്കെ ശക്തമാകുകയാണ്. തുടക്കത്തിൽ തൊട്ടടുത്ത വീടുകളിലെ ശൗചാലയം ഇവർ ഉപയോഗിച്ചിരുന്നു. പോലീസുകാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഇതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പിന്നീട് സമീപത്തായി ത്രിവേണി സൂപ്പർ മാർക്കറ്റ് തുറന്നതോടെ ഇവിടുത്തെ ശൗചാലയം ഈ പോലീസുകാർക്ക് ഉപയോഗിക്കാൻ സാധ്യമായി. അത്തരത്തിലൊരു പരിതാപകരമായ അവസ്ഥയിലായിരുന്നു ആ ജീപ്പിന് കാവൽ നിന്ന ഉദ്യോഗസ്ഥരുടെ സ്ഥിതി വിവരം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ് പ്രതികരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. പിണറായി വിജയനെതിരെ ആ സമയം നിരവധി ഭീഷണികൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീടിന് ഇത്തരത്തിലൊരു പോലീസ് കാവൽ ഏർപ്പെടുത്തിയതെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ സ്വത്തിന് സംരക്ഷണം നൽകുന്നതിനാണ് പോലീസിനെ നിയോഗിച്ചത്. വീടിന്റെ പരിസരത്തേക്ക് അതിക്രമിച്ച് കയറിയത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സുരക്ഷ അല്ലെങ്കിൽ ഇത്തരത്തിൽ പോലീസുകാരെ അവിടെ കാവലാക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് കടന്നത്. പോലീസുകാർക്ക് വിശ്രമിക്കാനും രേഖകൾ സൂക്ഷിക്കാനുമായിട്ടാണ് പോലീസ് ജീപ്പ് അവിടെ ഇട്ടത്. ഉന്നതരായ ആളുകൾക്ക് സുരക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാന സെക്യൂരിറ്റി റിവ്യൂ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടികളെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയല്ല, പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിന് നിയമം അനുശാസിക്കുന്ന പ്രകാരമുള്ള സുരക്ഷകളൊക്കെ ഒരുക്കും, പ്രോട്ടോകോൾ അനുസരിച്ചുള്ള സുരക്ഷകളൊക്കെ ഒരുക്കും. മറ്റ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്തുള്ള പല സൗകര്യങ്ങളും പിൻവലിക്കും. അതേസമയം നവകേരള യാത്രയ്ക്കിടെ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതിയായ ഗൺമാൻ സന്ദീപ് പിണറായി വിജയന്റെ കൂടെ ഇപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ Z+ സുരക്ഷ ഒഴിവാക്കിയ സാഹചര്യത്തിൽ സന്ദീപും തിരിച്ചു പോലീസിലേക്ക് മടങ്ങുകയാണ്. നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ അന്വേഷണമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
പിണറായി മുഖ്യമന്ത്രിയായിരിക്കെ നൽകിയ അതിസുരക്ഷ പൂർണ്ണമായി പിൻവലിച്ചതോടെയാണ് സന്ദീപ് പോലീസിലേക്ക് മടങ്ങിയെത്തുന്നത്. 2023 ഡിസംബർ 15-നാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാൻമാർ പ്രതിഷേധത്തിനെത്തിയ KSU പ്രവർത്തകരെ തല്ലിച്ചതച്ചത്. ഈ സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ SIT രൂപീകരിച്ചിരുന്നു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന AP ഷൗക്കത്ത് അലിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. SIT സാക്ഷികളുടെ പരാതിക്കാരുടെ മൊഴിയെടുക്കുകയാണ്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമ പ്രവർത്തകന്റെ മൊഴിയാണ് ഇന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. മർദ്ദനമേറ്റ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ് MLA, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരോട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് ഫോറൻസിക് ലാബിലേക്ക് മുൻപ് അയച്ച വീഡിയോ ദൃശ്യങ്ങളുടെ പരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമാക്കണമെന്നും അന്വേഷണ സംഘം ആവശ്യപ്പെടുകയുണ്ടായി. വീഡിയോ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്തുകയാണ് വരുന്ന ലക്ഷ്യത്തോടെയാണ് പരിശോധന നടത്തുന്നത്. പരമാവധി തെളിവുകൾ സമാഹരിച്ച ശേഷം പ്രതികളെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സംഘത്തിന്റെ ആദ്യ യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. കേസിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ആണ് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ലെന്നും മാധ്യമങ്ങൾ പകർത്തിയ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും കിട്ടിയില്ല എന്നുമായിരുന്നു ആദ്യ അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നത്. പിന്നാലെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പരാതിക്കാർ തന്നെ കോടതിയിൽ ഹാജരാക്കി. ഈ ദൃശ്യങ്ങളാണ് പുതിയ അന്വേഷണ സംഘം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചത്. സംഭവത്തിന് ദൃക്സാക്ഷിയായ മാധ്യമപ്രവർത്തകൻ പകർത്തിയ ഈ ദൃശ്യങ്ങൾ കേസിൽ നിർണായക തെളിവാകുമെന്നാണ് കരുതുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ഉണ്ടായ മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോകുന്നു. റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റീൽ ബെഞ്ചിൽ പിണറായി വിജയൻ ഇരിക്കുന്നു. അരികെ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, കൂടെ വലിയ ബാഗുമായി യുവാവ്. ഏതാനും പോലീസുകാർ അല്പം മാറി നിൽക്കുന്നു. ഈ ചിത്രം കേരളത്തിന് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളൊക്കെ വൈറലായ ചിത്രമാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം സുരക്ഷാ അകമ്പടികളൊന്നും ഇല്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. 10 വർഷത്തിന് ശേഷം കാണുന്ന കാഴ്ചയാണ്. എന്തായാലും അതും കഴിഞ്ഞ ദിവസം വളരെ വലിയ രീതിയിൽ വൈറലായിരുന്നു. തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം വലിയ രീതിയിൽ വൈറലാവുകയായിരുന്നു. പക്ഷേ നേരത്തെ സ്ഥിതിയിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ട്. നേരത്തെ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക കസേരയിട്ട് നൽകിയിരുന്നു. പോലീസ് ഉൾപ്പെടെ വലിയ സംഘം അദ്ദേഹത്തിന്റെ ചുറ്റും ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നും അല്ലാതെയാണ് റെയിൽവേ സ്റ്റേഷനിലെ സാധാരണ ബെഞ്ചിൽ പിണറായി വിജയൻ ട്രെയിൻ കാത്തിരിക്കുന്നത്. അത് സമൂഹ മാധ്യമങ്ങളടക്കം വളരെ വൈറലായി. ഇതിനെ പരിഹസിച്ച് BJP വക്താവ് റെജി ലൂക്കോസ് രംഗത്ത് വന്നിരുന്നു. കാലത്തിന്റെ കാവ്യനീതിയും ജനാധിപത്യത്തിന്റെ കരുത്തുമാണ് ചിത്രത്തിൽ കാണുന്നതെന്നായിരുന്നു BJP വക്താവ് റെജി ലൂക്കോസ് പറഞ്ഞത്. എന്തൊരു മാറ്റമാണെന്ന കുറിപ്പോടെയാണ് ചിലർ ചിത്രം പങ്കുവച്ചത്.